നമസ്കാരം. കോൺഗ്രസ്സുകാരുടെ ഒരു വലിയ ഐഡൻറ്റിറ്റിയാണ് അവർ ധരിക്കുന്ന ഖദർ വസ്ത്രം. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഖദർ വസ്ത്രങ്ങളാണ് കോൺഗ്രസ്സുകാർ ധരിച്ചിരുന്നത്. കേരളത്തിലാണെങ്കിൽ ഖദർ ഷർട്ടും ഖദർ മുണ്ടുമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ വേഷം. കേരളത്തിൽ പൊതുവെ രാഷ്ട്രീയക്കാരുടെ വേഷം ആയി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു. പക്ഷേ കോൺഗ്രസ്സുകാർ നിർബന്ധമായും ഖദർ ധരിച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരാറുള്ളത്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളവരെല്ലാം തന്നെ സ്വകാര്യ നിമിഷങ്ങളിലൊഴികെ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നവരെല്ലാം ഖദർ ധരിക്കുക സ്വാഭാവികമാണ്. എന്നാൽ ഖദറിനെതിരെ കോൺഗ്രസ്സിനകത്ത് തന്നെ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നതാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്ത. ഇന്നലെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പഠന ശിബിരം നടക്കുന്നുണ്ട്. പണ്ട് കെ സുധാകരൻ KPCC പ്രസിഡൻ്റായപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ ഒന്നാകെ വെളുപ്പിക്കും എന്നൊക്കെ വീരവാദം മുഴക്കിയതാണ്. അതായത് ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടി പോകും, പിന്നെ അച്ചടക്കത്തോടുകൂടി എണ്ണയിട്ട യന്ത്രം പോലെ CPIMനെ വെല്ലുന്ന ഒരു ശക്തിയായി കോൺഗ്രസ് മാറും എന്നൊക്കെയാണ് കെ സുധാകരൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ഈ സെമി കേഡർ എന്ന സംവിധാനം തന്നെ പാർട്ടിയിൽ നിന്നും എത്രയോ ദൂരെയാണിപ്പോൾ. പക്ഷേ ഇവിടെ എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ ഉറച്ചു തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് രംഗത്തുള്ളത്. യൂത്ത് കോൺഗ്രസ് വേടനെ അനുകരിക്കാം എന്നാണ് കഴിഞ്ഞ ദിവസം നിർദ്ദേശം വെച്ചത്. നിങ്ങളെല്ലാവരും വേടനെ അനുകരിക്കണം. വേടൻ ഖദറിടാറില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഖദറിടേണ്ട കാര്യമില്ല. പാൻസും അതുപോലെ തന്നെ ഷർട്ടിനടിയിൽ ധരിക്കുന്ന ബനിയനും മാത്രം ധരിച്ചാൽ മതി എന്നൊക്കെയായിരിക്കും പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തായാലും വേടനെ നിങ്ങൾ അനുകരിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ ഖദറിനെതിരെ യുവ തുർക്കികളെല്ലാം രംഗത്ത് വന്നിരിക്കുകയാണ്. യുവ തുർക്കികൾക്ക് ഖദർ ധരിക്കാൻ എന്താണ് പ്രശ്നം എന്നൊരു ചോദ്യം മുതിർന്ന കോൺഗ്രസ് നേതാവായ അജയ് തറയിൽ അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിൽ അഭിപ്രായപ്പെട്ടു. അതിന് തൊട്ട് മുന്നേ ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ വെച്ച് അദ്ദേഹം ഈ അഭിപ്രായം പറയുകയും ചെയ്തു. എല്ലാവരും മൂല്യങ്ങൾ സംരക്ഷിക്കണം, നിങ്ങളെല്ലാവരും ഖദർ ധരിക്കണം. ഖദർ ധരിക്കാതെ എത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. ലാളിത്യത്തിൻ്റെയും ഗാന്ധിയൻ ചിന്താഗതിയുടെയും ഒക്കെ പ്രതീകമാണ് ഖദർ. പക്ഷേ ഇന്ന് ഈ വെള്ള ഷർട്ടും മുണ്ടുമൊക്കെ തേച്ച് വെടിപ്പാക്കി ഇട്ടുകൊണ്ട് നടക്കണമെങ്കിൽ അതിന് വലിയ ചിലവുണ്ട്, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ചിലവുണ്ട്. അതുകൊണ്ട് ഈ ഖദർ എന്ന് പറയുന്നത് ഇപ്പോൾ ലാളിത്യത്തിൻ്റെ പ്രതീകമല്ലാതായി മാറിയിരിക്കുന്നു എന്ന് കോൺഗ്രസിൻ്റെ തന്നെ നേതാവ് ശബരിനാഥൻ ഉടൻ തന്നെ ഈ അജയ് തറയിലിൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം അദ്ദേഹം തിരിച്ചടിക്കുന്നു. വസ്ത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യമാണ് എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. മാത്രമല്ല, ഗാന്ധിജി പണ്ട് അല്പവസ്ത്രം ധരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വേറെയായിരുന്നു. ആ സാഹചര്യം ഇന്ന് രാഷ്ട്രീയത്തിൽ നിലവിലില്ല എന്ന് നമ്മുടെ യുവ തുർക്കിയായ അബിൻ വർക്കി പറയുന്നു. അതിനുശേഷം സാക്ഷാൽ വി ഡി സതീശൻ തന്നെ പറയുന്നു, യാതൊരു തരത്തിലുള്ള ഡ്രസ് കോഡും ഇമ്പോസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. സ്വാതന്ത്ര്യ സമരമൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഖദർ ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. രാഹുൽ ഗാന്ധി തന്നെ ഇപ്പോൾ നടക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഖദർ വേണ്ട എന്നൊരു തീരുമാനം യൂത്ത് കോൺഗ്രസും എല്ലാം ഒരുമിച്ചെടുക്കുന്നു. ഇനി നാളെ മുതൽ വല്ലപ്പോഴും നമ്മുടെ ഖാദി ബോർഡിലും മറ്റ് ഖാദി ഔട്ട്ലെറ്റുകളിലുമൊക്കെ ഖദർ ചിലവായിക്കൊണ്ടിരുന്നത് ഇത്തരത്തിൽ കോൺഗ്രസ്സുകാരും ചില രാഷ്ട്രീയക്കാരും ഒക്കെ പോയി ഖദർ വസ്ത്രം വാങ്ങുമ്പോഴാണ്. ഇപ്പോൾ അവരുടെ വയറ്റത്തടിക്കുന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പോക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ രാജ്യസ്നേഹവും അതുപോലെ തന്നെ തീവ്ര ദേശീയതയും ഒക്കെ അവസാനിപ്പിച്ച് വഴിയിലെറിഞ്ഞ് കോൺഗ്രസ് ഒരു കമ്മി പാർട്ടിയായി മാറിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ വസ്ത്രവും അതായത് ഖാദിയും ഉപേക്ഷിക്കുകയാണ്. വേടനെ പോലെയാകുന്നതോടുകൂടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിലെങ്കിലും ഇല്ലാതാകാൻ പോവുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്.
പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.